പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടെ നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ ദൈവം എനിക്ക് തന്ന വിലയേറിയ സാവകാശത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. നാം റോമാലേഖനം 13-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിലാണ് ഈ ചിന്ത തുടങ്ങിയത്. എന്നാൽ നാം വായിച്ച കുറിവാക്യം ഒന്നുകൂടെ വായിച്ചിട്ട് മുമ്പോട്ട് പോകട്ടെ. റോമാലേഖനം 13-ാം അധ്യായം 11-ാം വാക്യം: ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയുകയാൽ തന്നെ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. വളരെ ഗൗരവത്തോടുകൂടെ നാം ഈ കാലങ്ങളിൽ ചിന്തിക്കേണ്ട വിഷയമാണ്. നാം ആത്മീകമായി ഉണർന്നിരിക്കുന്നവരാണോ, ജാഗരൂകരാണോ, അലർട്ടാണോ, അതോ നാം തളർന്നും മയങ്ങിയും മങ്ങിയും ഉറങ്ങിയും ക്ഷീണിച്ചും ഇരിക്കുന്നവരാണോ? ക്ഷീണിച്ചും ഉറങ്ങിയും തളർന്നും മയങ്ങിയും ഇരിക്കുന്നവരെ ശത്രുവിന് പെട്ടെന്ന് കീഴ്പ്പെടുത്താനായിട്ട് സാധിക്കും. എന്നാൽ ആത്മീകമായി ജാഗരൂകരായി ഉണർന്നിരിക്കുന്നവരെ അത്ര പെട്ടെന്ന് ശത്രുവിനെ കീഴ്പ്പെടുത്താനോ തോൽപ്പിക്കാനോ എതിരിടുവാനോ സാധിക്കത്തില്ല. എപ്പോൾ ഉണരണം, എന്ത് ധരിക്കണം, എങ്ങനെ നടക്കണം, ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ നിന്നും സ്വരാജ്യം തൻ്റെ നല്ല നിലത്ത് നല്ല വിത്ത് വിതച്ച ഒരു ഉപമ കർത്താവ് പറഞ്ഞത് വായിച്ചു. അതിൻ്റെ 25-ാം വാക്യം മത്തായി 13-25 ഇങ്ങനെ നമ്മൾ വായിച്ചത്. മാത്യു 13:25: മനുഷ്യർ ഉറങ്ങുമ്പോൾ അവൻ്റെ ശത്രു വന്നു കോതമ്പിൻ്റെ ഇടയിൽ കള വിതച്ച് പോയി കളഞ്ഞു. അപ്പോൾ നല്ല വിത്ത് വിതച്ചിട്ട്, അല്ലെങ്കിൽ നല്ല വിത്ത് വിതയ്ക്കുവാനായിട്ട് നിലമൊരുക്കിയിട്ട് നാം ജാഗരൂകരായിരിക്കണം, നാം അലർട്ടായിരിക്കണം, നാം ഉറങ്ങുവാൻ പാടില്ല എന്നാണ് നമ്മൾ ചിന്തിക്കുവാനിടയായത്. കാരണം ശത്രു പ്രവർത്തിക്കുന്ന എപ്പോഴും രാത്രിയില്ല, അന്ധകാരത്തിൻ്റെ മറവില്ല, ഇരുട്ടിൻ്റെ മറവില്ല. ആമേൻ. റോമാലേഖനത്തിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ നമ്മൾ വായിച്ചല്ലോ, നാം പകലിൻ്റെ മക്കളാണ്, നാം വെളിച്ചത്തിലുള്ളവരാണ്, നാം വെളിച്ചത്തിൽ ജീവിക്കേണ്ടവരാണ്, നാം ഉറങ്ങേണ്ടവരല്ല, നാം ഉണർന്നിരിക്കേണ്ടവരാണ്, നാം ജാഗരൂകരായിരിക്കേണ്ടവരാണ്. ഉണർന്നിരിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് കർത്താവ് തന്നെ പറഞ്ഞ മറ്റൊരു ദൃഷ്ടാന്തം അത് ഇന്ന് വായിക്കാനായിട്ട് താല്പര്യപ്പെടുന്നു. അത് നമ്മൾ വായിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിലാണ്. ആമേൻ. ഇനി 37-38 വാക്യങ്ങൾ വായിക്കട്ടെ. മാർക്ക് ചാപ്റ്റർ 14 വേഴ്സസ് 37 and 38. പിന്നെ അവൻ വന്ന് അവർ ഉറങ്ങുന്നത് കണ്ടു. ആമേൻ. പത്രോസിനോട്, ശിമോനെ, നീ ഉറങ്ങുന്നുവോ? ഒരു നാഴിക ഉണർന്നിരിപ്പാൻ നിനക്ക് കഴിഞ്ഞില്ലയോ? പരീക്ഷയിൽ അകപ്പെടായ്വാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ആത്മാവ് ഒരുക്കമുള്ളത്, ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു. ഗെത്സമനെ തോട്ടത്തിൽ കർത്താവ് ശിഷ്യന്മാരുമായിട്ട് കടന്നു വന്നു. പിന്നെ അവൻ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് ഭ്രമിപ്പാനും വ്യാകുലപ്പെടുവാനും തുടങ്ങി. പത്രോസിനും യാക്കോബിനോട് യോഹന്നാനും കൂടെ ചേർന്ന് യേശു പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു പോകുന്നു. കർത്താവ് വളരെയധികം വ്യാകുലപ്പെട്ട്, വിഷമിച്ച്, ഭാരപ്പെട്ടു എന്ന് പറയുമ്പോൾ നാം ഭാരപ്പെടുന്നത് പോലെയുള്ള വിഷയങ്ങൾക്കോ നാം ഭാരപ്പെടുന്നത് പോലെയുള്ള സാഹചര്യങ്ങളിലെ അല്ല കർത്താവ് ഭാരപ്പെട്ടത്. കർത്താവിൻ്റെ അത് പറയുന്നുണ്ട്. 34-ാം വാക്യം: എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു, ഇവിടെ പാർത്ത് ഉണർന്നിരിപ്പീൻ എന്ന് അവരോട് പറഞ്ഞു. പിന്നെ അല്പം മുമ്പോട്ട് ചെന്ന് നിലത്ത് വീണ് കഴിയുമെങ്കിൽ നാഴിക നീങ്ങിപ്പോകണമെന്ന് പ്രാർത്ഥിച്ചു. അബ്ബാ പിതാവേ, നിനക്കെല്ലാം കഴിയും, ഈ പാനപാത്രമെങ്കിൽ നീക്കണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കുന്നല്ല, നീ ഇച്ഛിക്കുന്നതേ ആകട്ടെ എന്ന് പറഞ്ഞു. 37-ാം വാക്യം: പിന്നെ അവൻ വന്ന് അവർ ഉറങ്ങുന്നത് കണ്ടു. ആമേൻ. എന്ത് പറഞ്ഞിട്ട് യേശു പോയത്? എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു, ഇവിടെ പാർത്ത് ഉണർന്നിരിപ്പീൻ എന്ന് അവരോട് പറഞ്ഞിട്ടാണ് യേശു മുമ്പോട്ട് പോയത്. പിന്നെ അവൻ വന്ന് യേശു പ്രാർത്ഥിച്ചു കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ അവർ ഉറങ്ങുന്നത് കണ്ടു. പത്രോസിനോട്, ശിമോനെ, നീ ഉറങ്ങുന്നുവോ? ഒരു നാഴിക ഉണർന്നിരിപ്പാൻ നിനക്ക് കഴിഞ്ഞില്ലയോ? പരീക്ഷയിൽ അകപ്പെടായ്വാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ആത്മാവ് ഒരുക്കമുള്ളത്, ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു. അവൻ പിന്നെയും പോയി ആ വചനം തന്നെ ചൊല്ലി പ്രാർത്ഥിച്ചു. മടങ്ങി വന്നാറെ അവരുടെ കണ്ണുകൾക്ക് ഭാരമേറിയുന്നത് കൊണ്ട് അവർ ഉറങ്ങുന്നത് കണ്ടു. അവർ അവനോട് എന്ത് ഉത്തരം പറയണം എന്ന് അറിഞ്ഞില്ല. യേശു പിന്നെയും പോയി മൂന്നാമതും പ്രാർത്ഥിച്ചു. മൂന്നാമത് തിരികെ വന്ന് പറഞ്ഞു, ഇനി ഉറങ്ങി ആശ്വസിച്ചു കൊള്ളുവീൻ, മതി,
നാഴിക വന്നു, ഇതാ മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നു എന്ന് പറഞ്ഞു. ആമേൻ. ഇവിടെ ശിഷ്യന്മാരുടെ ഉറക്കത്തെക്കുറിച്ചാണ് പറയുന്നത്. ശിഷ്യന്മാരുടെ ഉറക്കത്തിൻ്റെ പ്രത്യേകത എന്താ? അവർ വളരെ ഭാരപ്പെട്ടിരുന്നു, വളരെ ക്ഷീണിച്ചിരുന്നു. ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ഒരു പക്ഷേ വളരെ ഭാരം അവർക്കുണ്ടായിരിക്കാം. കാരണം കർത്താവിനെ അറസ്റ്റ് ചെയ്യുവാൻ പോകുന്നു. കർത്താവ് മുന്നമേ അവരോട് വാർണിങ്സ് എല്ലാം കൊടുത്തു. മനുഷ്യപുത്രൻ ഏൽപ്പിക്കപ്പെടുവാൻ പോകുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ചിന്താകുലരായി അവരോട് പറഞ്ഞു, നിങ്ങൾ ഭാരപ്പെടേണ്ട, ഞാൻ പോയിട്ട് കാര്യസ്ഥനെ അയക്കാം, ഞാൻ പോയിട്ട് മടങ്ങി വരാം, പിന്നെ നിങ്ങളെ ചേർത്ത് കൊള്ളാം എന്നൊക്കെ പല കാര്യങ്ങൾ പറഞ്ഞുവെങ്കിലും പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യം നടക്കുമെന്നുള്ള പ്രതീക്ഷയോ അതുപോലെ വിശ്വാസമോ വിചാരമോ അവർക്കില്ലായിരുന്നു. വളരെ പെട്ടെന്ന് അവർ ഭയചകിതരായി, അവരാരുമില്ലാത്തവരായി എന്നുള്ള തോന്നൽ ഒരു പക്ഷെ അവരെ ഭരിച്ചു കാണും. ഈ ലോകത്തിൽ എല്ലാം വിട്ട് സകലവും വിട്ട് കർത്താവിനെ അനുഗമിച്ചവരാണ്. തങ്ങൾക്കുണ്ടായിരുന്ന സമ്പാദ്യം, തങ്ങൾക്കുണ്ടായിരുന്ന വീടുകൾ, തങ്ങളെ വേണ്ടപ്പെട്ടവർ, തങ്ങളുടെ ധനസമ്പാദനത്തിനുള്ള മാർഗങ്ങൾ, തൊഴിലിൽ ഉപയോഗിച്ചിരുന്ന സാധന സാമഗ്രികൾ സകലതും വിട്ട് യേശുവിൻ്റെ പുറകെ വന്നവരാണ്. ഏകദേശം 3-3.5 വർഷത്തോളം യേശുവിൻ്റെ പുറകെ പോയി. എന്നാൽ ഇത്ര പെട്ടെന്ന് തങ്ങളെ ഗുരുനാഥൻ, തങ്ങളെ വേണ്ടപ്പെട്ടവൻ, തങ്ങളെ എല്ലാമായിരുന്നവൻ തങ്ങളെ വിട്ട് പോകുമെന്ന് അവർ പ്രതീക്ഷിച്ചില്ല. ആ ഭാരത്തോടെയാണ് അവർ യേശുവിൻ്റെ കൂടെ പ്രാർത്ഥിക്കാനായിട്ട് വന്നത്. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ വികാരങ്ങളും വേദനകളും വീർപ്പുമുട്ടലുകളും രോദനങ്ങളും നൊമ്പരങ്ങളും വിഷമങ്ങളും ഭാരങ്ങളും ഹൃദയവേദനകളും ഉത്കണ്ഠകളും ആകുലചിന്തകളും ഭയാശങ്കകളും എല്ലാം അറിയുന്നൊരു കർത്താവ് നമ്മുടെ കൂടെയുള്ളത്. ഈ നല്ല കർത്താവ് എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആമേൻ. പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ട ഒരുവൻ, നമ്മുടെ ബലഹീനതകൾ അറിയാത്തവനല്ല, നമ്മുടെ പാപങ്ങളെക്കുറിച്ച് അറിയാത്തവനല്ല, നമ്മുടെ വേദനകളെക്കുറിച്ചും ക്ഷീണത്തെക്കുറിച്ചും അറിയാത്തവനല്ല. എങ്കിലും ചില സമയങ്ങളിൽ കർത്താവ് നമ്മോട് പറയുന്നുണ്ട്, മക്കളെ, ക്ഷീണിക്കാതെ തളരാതെ അല്പം കൂടെ ധൈര്യമായിട്ടിരിക്കുക, അല്പം കൂടെ ഊർജ്ജസ്വലതയോടെ ഇരിക്കുക, അല്പം കൂടെ ജാഗരൂകരായിരിക്കുക. ആമേൻ. കാര്യമില്ലാതെ കാരണമില്ലാതെ ആവശ്യമില്ലാതെ ഒക്കെ നമ്മൾ തളർന്നു പോകുന്നില്ലേ? ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നാം ഉത്കണ്ഠാകുലരാകുന്നില്ലേ? നാം ആശങ്കാകുലരാകുന്നില്ലേ? നാം തളർന്നു പോകുന്നില്ലേ? നാം ഉറങ്ങിപ്പോകുന്നില്ലേ? നാം കാര്യങ്ങളെ സീരിയസ് ആയിട്ട് എടുക്കാതിരിക്കുന്നില്ലേ? കർത്താവ് നമ്മുടെ കൂടെ അതല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആമേൻ. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ, അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ കർത്താവിനെ തള്ളിപ്പറയാതിരിപ്പാൻ പത്രോസിനോട് ആണ് പ്രധാനമായിട്ടും ഇവിടെ പറയുന്നത്. ശിമോനെ, ഒരു നാഴിക എന്നോടുകൂടി ഉണർന്നിരിപ്പാൻ നിനക്ക് കഴിഞ്ഞില്ലയോ? കർത്താവ് പറഞ്ഞതിൻ്റെ ഒരു കാര്യം, ഒന്നാമത്തെ കാര്യം, അവയെ നിങ്ങൾ ഉണർന്നിരുന്നാൽ നിങ്ങൾക്ക് കർത്താവിനെ തള്ളിപ്പറയേണ്ടി വരികയില്ല. എന്നെ കേൾക്കുന്ന പ്രിയർ, നമ്മുടെ ജീവിതത്തിൽ എത്രയോ വിഷയങ്ങളിൽ, എത്രയോ സാഹചര്യങ്ങളിൽ നാം കർത്താവിനെ തള്ളിപ്പറയുന്നവരല്ലേ? മനഃപൂർവ്വമായിട്ടല്ലായിരിക്കാം, സാഹചര്യങ്ങളുടെ സമ്മർദ്ദ നിമിത്തമായിരിക്കാം, മറ്റുള്ളവരുടെ സമ്മർദ്ദ നിമിത്തമായിരിക്കാം, മറ്റു പല സാഹചര്യങ്ങളിൽ രക്ഷപ്പെടാൻ നിവൃത്തിയില്ല, ഗത്യന്തരമില്ലാതെ ആയിരിക്കാം, എന്തുമായിക്കൊള്ളട്ടെ. പക്ഷേ എത്രയോ തവണ കർത്താവിനെയും പരിശുദ്ധാത്മാവിനെയും വചനത്തെയും ഒക്കെ തള്ളിപ്പറഞ്ഞ്, വചനത്തെ അഗണ്യമാക്കി, കർത്താവിനെ അഗണ്യമാക്കി, പരിശുദ്ധാത്മാവിന് മഹത്വം കൊടുക്കാതെ, വില കൊടുക്കാതെ, ആമേൻ, നാം എത്രയോ കാര്യങ്ങൾ ചെയ്യുന്നു, പറയുന്നു, പ്രവർത്തിക്കുന്നു, പെരുമാറുന്നു. ഇതെല്ലാം ഒരർത്ഥത്തിൽ കർത്താവിനെ തള്ളിപ്പറയലല്ലേ? ഒരു പക്ഷേ പത്രോസ് ഉറങ്ങാതിരുന്നിരുന്നുവെങ്കിൽ, പത്രോസ് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ യേശുവിനോടുകൂടെ ഒരുമിച്ച് സഹകരിച്ചിരുന്നുവെങ്കിൽ, കുറച്ചു നേരം കഴിഞ്ഞ് യേശുവിനെ
പട്ടാളക്കാർ വന്ന് പിടിച്ചുകൊണ്ടുപോയി, അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി യേശുവിനെ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ വളരെ ദൂരം പിൻചെന്ന് യേശുവിന് എന്ത് ഭവിക്കുമെന്ന് കാണുവാൻ ആഗ്രഹിച്ച് കാത്ത് വാഞ്ചയോടെ ഇരുന്ന പത്രോസിന് നിർഭാഗ്യവശാൽ യേശുവിനെ 3 തവണ തള്ളി പറയേണ്ടി വന്നു. ഒരു പക്ഷേ പത്രോസ് അന്നേരം വിചാരിച്ചു കാണും, ഈശോ ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ഞാൻ എന്തിനങ്ങനെ ചെയ്തു. ആമേൻ. യേശു പറഞ്ഞു, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയുടെ കുറവ് കൊണ്ടാണ്, യേശുവിനോടുകൂടെ പ്രാർത്ഥിക്കുവാൻ ഒരുക്കപ്പെടാഞ്ഞത് കൊണ്ടാണ്, ഉണരാഞ്ഞത് കൊണ്ടാണ്, ഉറങ്ങിയത് കൊണ്ടാണ് ഒരുപക്ഷെ പത്രോസിന് പിന്നീട് യേശുവിനെ തള്ളിപ്പറയേണ്ടി വന്നത്. ആ തള്ളിപ്പറച്ചിൽ കാരണം താൻ വളരെ പൊട്ടിക്കരഞ്ഞു, അതിദുഃഖത്തോടെ പോയി കരഞ്ഞു. യേശുവിൻ്റെ മുഖത്ത് നോക്കാൻ കഴിയാത്ത രീതിയിൽ താൻ വളരെയധികം ലജ്ജ ഉള്ളവനായി തീർന്നു. ആമേൻ. കർത്താവ് പറഞ്ഞു, പരീക്ഷയിൽ അകപ്പെടായുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ, ജഡം ബലഹീനമാണ്. പട്ടാളക്കാർ വന്ന് യേശുവിനെ പിടിച്ചുകൊണ്ടുപോകുന്നു. ഒരു പക്ഷേ പത്രോസ് ആ യേശുവിനോടുകൂടെ കുറച്ച് സമയം പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു സാഹചര്യത്തെ അഭിമുഖീകരിക്കുവാൻ പത്രോസിന് കഴിയുമായിരുന്നു. ആമേൻ. കർത്താവ് പറഞ്ഞത് അതാ, അപകടമാണ് മുമ്പിലുള്ളത്. അപകടം മുമ്പിലുള്ളത് കൊണ്ട് എന്താ അപകടം? നാം സ്നേഹിക്കുന്ന കർത്താവിനെ നമുക്ക് തള്ളിപ്പറയേണ്ടി വരുന്നു. നാം സ്നേഹിക്കുന്ന കർത്താവിനെ നമുക്ക് മാറ്റി നിർത്തേണ്ടി വരുന്നു. നാം സ്നേഹിക്കുന്ന കർത്താവിനെ നമുക്ക് അവഗണിക്കേണ്ടി വരുന്നു. കർത്താവിൻ്റെ വചനത്തെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് അത് മാനിക്കാതിരിക്കേണ്ടി വരുന്നു. ജീവിതത്തിൽ പല കാര്യങ്ങൾക്ക് മുമ്പിൽ നാം പല തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, നാം പല ചുവടുകൾ വെക്കുമ്പോൾ ദൈവവചനത്തിനും പരിശുദ്ധാത്മാവിനും കർത്താവിൻ്റെ ആലോചനയ്ക്കുമാണോ നാം മുൻതൂക്കം കൊടുക്കുന്നത്? എന്തുകൊണ്ട് കൊടുക്കാൻ കഴിയാതെ പോകുന്നു? കാരണം നാം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാത്തതുകൊണ്ട്, നാം ഉണരാത്തതുകൊണ്ട്, നാം ഉറങ്ങുന്നവരായതുകൊണ്ട്. ഹല്ലേലൂയ. ആമേൻ. രണ്ടാമത്തെ കാര്യം യേശു പറഞ്ഞതിൻ്റെ താല്പര്യം, ഉറങ്ങിയാൽ പെട്ടെന്ന് ശത്രുവിൻ്റെ കയ്യിൽ അകപ്പെടും. ശത്രുവിൻ്റെ കയ്യിൽ അകപ്പെടാതിരിപ്പാനാണ്. അതാ കർത്താവ് പറഞ്ഞു, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ആമേൻ. നാം തളർന്നു പോകുന്നു, ക്ഷീണിച്ചു പോകുന്നു, പെട്ടെന്ന് ക്ഷീണിച്ചു പോകുന്നു. സ്പിരിച്വലി നമ്മളെ സെൻസിറ്റീവ്നെസ് നമ്മുടെ നഷ്ടപ്പെട്ടു പോകുന്നു. ആത്മീകമായുള്ള നമ്മുടെ ആ ഒരു പ്രസരിപ്പ് നഷ്ടപ്പെട്ടു പോകുന്നു. നാം വാച്ച്ഫുള്ളായിരിക്കണം, അലർട്ടായിരിക്കണം. കാരണം നാം പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും ശത്രു നമ്മെ ആക്രമിക്കുന്നത്. പ്രതീക്ഷിക്കാത്ത സമയത്ത് ആ ശത്രുവിൻ്റെ ആക്രമണം, ശത്രു ഏത് രീതിയിലാണ്, എതിലേക്കൂടെ വരും, എങ്ങനെ പ്രതിരോധിക്കണം ഒന്നും നമ്മൾ അറിയാതിരിക്കുമ്പോഴായിരിക്കും ശത്രുവിൻ്റെ ആക്രമണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് എഫെസ്യ ലേഖനം 6:10, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവീൻ. നിങ്ങൾക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടും ഒക്കെയാ. അതുകൊണ്ട് ആ ദുർദിവസത്തിൽ നിങ്ങൾ എതിർത്ത് നിൽക്കേണ്ടതിന്, സകലം സമാപിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവീൻ. ആമേൻ. ദൈവത്തിൻ്റെ സർവായുധവർഗം എടുത്ത് നാം ഉണർന്ന് ജാഗരൂകരായി, അലർട്ടായി, വാച്ച്ഫുള്ളായിട്ട് ഇരിക്കേണ്ടത് ആവശ്യമാണ്. ആമേൻ. നമ്മളെ മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിൽ കണ്ടല്ലോ, നിലമൊരുക്കി, നല്ല നിലമൊരുക്കി, വളരെ അധ്വാനിച്ചു, വളരെ പണിപ്പെട്ടു, നല്ല വിത്ത് കൊണ്ടുവന്ന് ഒന്നുകിൽ വിതച്ച് കാണും, അല്ലെങ്കിൽ വിതയ്ക്കാൻ തുടങ്ങിയിരിക്കുക. വിതയ്ക്കുന്നതിൻ്റെ തലേ രാത്രിയിലായിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ വിതച്ച് കഴിഞ്ഞ് ആ രാത്രിയിലായിരിക്കാം. ഏതോ ഒരു രാത്രിയിൽ ശത്രു വന്ന് കോതമ്പിൻ്റെ ഇടയിൽ കള വിതച്ച് പോയി കളഞ്ഞു. അറിഞ്ഞതേയില്ല, ഒന്നും അറിഞ്ഞില്ല. കുറേ നാൾ കഴിഞ്ഞ് കിളിച്ചു വന്നപ്പോഴാണ് അറിയുന്നത്, ഞാറുകളിലെ നല്ല വിത്തിൻ്റെ നടുവിൽ കളയും കൂടെ മുളച്ചു വന്നു. അതെന്തുകൊണ്ടാണ്? ഉറങ്ങിപ്പോയതുകൊണ്ട്. ഹല്ലേലൂയ. ആത്മീക ഉറക്കം നമ്മളെ നഷ്ടമുള്ളവരാക്കും, സങ്കടമുണ്ടാകും, നാം തളർന്നു പോകും, ക്ഷീണിച്ചു പോകും.
പിന്നീട് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വരണമെങ്കിൽ ഒത്തിരി സമയമെടുക്കും. അതുകൊണ്ട് നാം ഉറങ്ങാതിരിക്കണം എന്ന് കർത്താവ് പറയുന്നു. കർത്താവിൻ്റെ വചനം നമ്മോട് പറയുന്നതാണല്ലോ. ആമേൻ. പിശാച് ആര് വിഴുങ്ങേണ്ടി വന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുകയാണ്. ആമേൻ. ഏത് സമയത്താണ് നമ്മെ പിശാച് ആക്രമിക്കുക എന്ന് നമുക്കറിയത്തില്ല. നമ്മുടെ ബലഹീന വശങ്ങളിൽ തൊടുവാൻ, നമ്മുടെ ക്ഷീണമുള്ള സ്ഥലത്ത് കയറി അറ്റാക്ക് ചെയ്യുവാൻ. ആമേൻ. അതുകൊണ്ട് നമ്മൾ വളരെയധികം നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങൾ പ്രതിയോഗിയായ പിശാച് ആര് വിഴുങ്ങേണ്ടുവന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു എന്ന പത്രോസിൻ്റെ ലേഖനത്തിൽ 1 പത്രോസ് 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. വളരെയധികം ഉണർന്ന് വിജിലൻ്റായിട്ട് അലേർട്ടായിട്ടിരിക്കേണ്ട ആമേൻ ഉത്തരവാദിത്വം നമുക്കുണ്ട് പ്രിയപ്പെട്ടവരെ. ഉറങ്ങിയത് കൊണ്ടുണ്ടായ പല നഷ്ടങ്ങൾ അനുഭവിച്ച പല പ്രിയപ്പെട്ടവരെയും വേദപുസ്തകത്തിൽ പരിചയപ്പെടുത്തിക്കൊണ്ട് അത് ഓരോരുത്തരായി ഈ നാളുകളിൽ നമുക്ക് ചിന്തിക്കുവാൻ ഇടയാകട്ടെ. യോനാ പ്രവാചകനുണ്ട്, ശിംശോനുണ്ട്, ഇങ്ങനെ പലരുണ്ട്. ഉറങ്ങിയത് കൊണ്ട് അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തിൽ അലർട്ടാകാതിരുന്നത് കൊണ്ട്, തളർന്നു പോയത് കൊണ്ട് പല പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകേണ്ട അത് ആവശ്യമാർക്കുണ്ടായി. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം, ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ആമേൻ. ഇവിടെ ശിഷ്യന്മാർ ഉറങ്ങിയ കാര്യമാണ് നമ്മൾ വായിച്ചത്. ആമേൻ. കർത്താവരോട് പറഞ്ഞു, വാച്ച് ആൻഡ് പ്രേ ബിക്കോസ് ദോ ദ സ്പിരിറ്റ് ഈസ് വില്ലിംഗ് യെറ്റ് ദ ഫ്ലെഷ് ഈസ് വീക്ക്. യെസ്, എൻ്റെ പ്രിയരെ, നമ്മുടെ ഈ ജഡം ബലഹീനമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും ഉദ്ദേശിക്കുന്ന പോലെ ചെയ്യാനായിട്ട് ജഡം നമ്മെ സമ്മതിക്കുന്നില്ല. എന്നാൽ നമ്മുടെ ആത്മാവ് എപ്പോഴും ഒരുക്കമുള്ളതാണ്. ആമേൻ. അതുകൊണ്ട് ആത്മാവിനെ അനുസരിച്ച് നടക്കണമെന്ന് ദൈവം നമ്മോട് പറയുന്നു. ഹല്ലേലൂയ. നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കട്ടെ. ആമേൻ. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ നമുക്ക് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ വളരെയധികം ജാഗരൂകരായി അലർട്ടായി നമുക്ക് അതിനായിട്ട് ഒരുങ്ങാം. ആത്മാവ് ഒരുക്കമുള്ളതാണ്, ജഡം ബലഹീനമാണ്. നമ്മുടെ ആത്മാവിനെ കുറച്ചുകൂടെ ശക്തിപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ ഉള്ളിലുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മറ്റൊരു പേര് നല്ല കാര്യസ്ഥൻ എന്നാണ്. കംഫർട്ടറാണ്, ആശ്വാസപ്രദനാണ്, സകല സത്യത്തിലേക്ക് നമ്മളെ വഴി നടത്തുന്ന ആളാണ്. ആമേൻ. പാപത്തെക്കുറിച്ചും ദൈവനീതിയെക്കുറിച്ചും ദൈവിക ന്യായവിധിയെക്കുറിച്ചും നമുക്ക് ബോധ്യം വരുത്തുന്നവരാണ്. യേശുവിനെ നമ്മെ പരിചയപ്പെടുത്തുന്ന ആളാണ്. യേശു പറഞ്ഞല്ല നമ്മളെ ഓർപ്പിക്കുന്ന ആളാണ്. ആമേൻ. നമ്മെ ശക്തീകരിക്കുകയും ശുദ്ധീകരിക്കുകയും ബലപ്പെടുത്തുകയും നിത്യതയ്ക്ക് വേണ്ടി നമ്മളെ ഒരുക്കുകയും ചെയ്യുന്ന ജോലിയാണ് പരിശുദ്ധാത്മാവിൻ്റെ. ഈ പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ട് കൊടുക്കാമോ? ദൈവത്തിൻ്റെ വചനത്തിന് നമ്മൾ പൂർണ്ണമായിട്ട് വചനം അങ്ങനെ തന്നെ നമ്മുടെ ജീവിതത്തിൽ അതേ പ്രമാണിക്കുവാൻ നാം ഏൽപ്പിച്ചു കൊടുക്കാമോ? ദൈവസ്ഥിതി നമ്മെ തന്നെ ഏൽപ്പിക്കാമോ? അഹങ്കരിക്കാതെ, നിഗളിക്കാതെ, ആമേൻ, ആത്മീകമായിട്ട് ആമേൻ നാം ഉണർന്ന് ദൈവസ്ഥിതി നമ്മെ തന്നെ വിട്ടുകൊടുക്കുന്നെങ്കിൽ ഈ ദിവസങ്ങളിൽ ശത്രുവിന് നമ്മുടെ മേൽ യാതൊരു ആധിപത്യം സ്ഥാപിപ്പാനിടയാകട്ടെ. യേശു കർത്താവ് പറഞ്ഞു, നിങ്ങളെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയത്തില്ല. പിന്നെയും കർത്താവ് പറഞ്ഞു, നിങ്ങളെ എൻ്റെ കയ്യിൽ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എന്നേക്കാൾ വലിയവൻ. പിതാവിൻ്റെ കയ്യിൽ നിന്ന് ആർക്കും നിങ്ങളെ പിടിച്ചു പറിപ്പാൻ സാധ്യമല്ല. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ അവർ എന്നെ പിന്തുടരും, എന്നെ അനുഗമിക്കും. കള്ളൻ വരുന്നത് മോഷ്ടിപ്പാനും മതിപ്പാനും മുടിപ്പാനും ഒക്കെയാണ്. ഞാൻ വരുന്നത് അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായ ജീവനുണ്ടാകുവാനുമാണ്. യേശു നമ്മുടെ കൂടെയുണ്ട്. യേശു നമുക്ക് എപ്പോഴും കാവലായിട്ടുണ്ട്. പരിശുദ്ധാത്മ നമ്മുടെ ഉള്ളിലുണ്ട്. ജീവിക്കുന്ന വചനം നമ്മുടെ കരങ്ങളിലുണ്ട്, നമ്മുടെ ഹൃദയങ്ങളിലുണ്ട്. ആമേൻ. എന്താ നമുക്ക് വേണ്ടത്? സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ ക്രിസ്തു യേശു നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നുവെന്ന് എഫെസർ 1:3 പറയുന്നു. 1 പത്രോസിൽ പറയുന്നു, ആമേൻ, ജീവനും ഭക്തിക്ക് വേണ്ടതെല്ലാം അവൻ നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു. പ്രിയരെ, നമുക്ക് വേണ്ടതെല്ലാം ദൈവം തന്നിട്ടുണ്ട്, തന്നുകൊണ്ടിരിക്കുന്നു. നാം ഒന്ന് വിട്ടുകൊടുത്താൽ മാത്രം മതി, നാം ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രം മതി. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഉണർന്നിരുന്ന് കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ, നിത്യതയ്ക്കായി നമ്മെ തന്നെ ഒരുക്കപ്പെടുവാൻ, ദൈവത്തിനെ പഠിക്കുകയും ദൈവത്തിനെ ധ്യാനിക്കുകയും പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടുകയും പ്രാർത്ഥിക്കുകയും ദൈവിക കൂട്ടായ്മ അനുഭവിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ
ഒരർത്ഥത്തിൽ നാം ഉണർന്നിരിക്കുന്നവരായി മാറും. കർത്താവുമായി എപ്പോഴും സമ്പർക്കമുള്ളവരായി മാറും. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും കർത്താവ് സമീപസ്ഥനാണെന്ന് നാം 145 സങ്കീർത്തനം 18 വാക്യത്തിൽ വായിക്കുന്നുണ്ട്. അതേ, കർത്താവ് നമ്മെ വിട്ടുപോകത്തില്ല. അവൻ്റെ പേര് ഇമ്മാനുവൽ എന്ന, ഇമ്മാനുവൽ ആ ദൈവം, ഗോഡ് ഈസ് വിത്ത് us എന്ന് അതേ പ്രോമിസ് ആയിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. പക്ഷെ നാം ഉണരണം. നമ്മെ ഉണർത്താനായിട്ട് കർത്താവ് വരത്തില്ല. പക്ഷെ ഉണർന്നാൽ ക്രിസ്തു നമ്മുടെ മേൽ പ്രകാശിക്കും. എഫെസ്യർ ലേഖനം 5-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, ഉറങ്ങുന്നവരെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിൻ, ഉണരുവിൻ, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. കർത്താവ് ഈ നാളുകളിൽ നമ്മുടെ മേൽ പ്രകാശിക്കട്ടെ. നല്ലൊരു ജീവിതം കാഴ്ചവെപ്പാൻ ദൈവം നമ്മെ ഏവരെയും ഈ വചനങ്ങളാൽ ഇന്ന് രാത്രി ബലപ്പെടുത്തി സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.